നിന്റെ ചേച്ചിയെ പോലെ എന്നെ ചതിച്ചിട്ട് നീയും പോവില്ലെന്ന് ആര് കണ്ടു? ഒരേ ചോരയല്ലേ നിങ്ങളുടെ ഉള്ളിൽ ഓടുന്നത്? രുദ്രൻ ഓരോ വാക്കും അവളുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടാക്കി. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരിറ്റ് കണ്ണുനീർ അവളുടെ കവിളിലൂടെ നിലത്തേക്ക് ഇറ്റു വീണു. മര്യാദക്ക് എന്നെ തൊടാതെയും പിടിക്കാതെയും ഇരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ എൻ്റെ വണ്ടിയിൽ കയറിയാൽ മതി. നിന്നോട് ഞാൻ പതിയെ പിടിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ എങ്ങനെ മുറുകെ കെട്ടിപ്പിടിക്കാനല്ല പറഞ്ഞത്. മനസ്സിലായോടെ നിനക്ക്? അവൾ തൻ്റെ ഷാള് കൊണ്ട് മുഖം തുടച്ചു. ഒരക്ഷരം പോലും മിണ്ടാതെ വേദന കടിച്ചമർത്തി അവൾ വീണ്ടും ബുള്ളറ്റിൽ പിന്നിലിരുന്നു. ഇത്തവണ അവൾ അവനെ തൊടാൻ പോലും ധൈര്യപ്പെട്ടില്ല. വണ്ടിയുടെ പിന്നിൽ ഇരുമ്പ് കമ്പിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ദൂരേക്ക് നോക്കിയിരുന്നു. ബുള്ളറ്റ് വീണ്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞു. ഒടുവിൽ ഇന്ദ്രനീലം എന്ന വലിയ വീടിന് മുന്നിൽ വണ്ടി വന്നു നിന്നു. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് രുദ്രൻ ഒന്ന് ആലോചിച്ചു. ഇവളെ ഇവിടെ ഇറക്കി വിട്ടാൽ അമ്മയുടെ ചോദ്യശരങ്ങൾ നേരിടേണ്ടി വരും. ആ ശല്യം ഒഴിവാക്കാൻ അവളെ കൂടെ കൂട്ടുന്നതാണ് നല്ലതെന്ന് അവനും തോന്നി. കയറിപ്പോ അകത്തേക്ക്, അവൻ പരുഷമായി അവളോട് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെങ്കിലും ആ വലിയ വീടിൻ്റെ പടുക്കള കയറുമ്പോൾ മീരയുടെ ഉള്ളിൽ ഭയം മാത്രമായിരുന്നു. സ്നേഹമില്ലാത്ത ഈ വീട്ടിൽ പകയുടെയും കനലിരുന്ന രുദ്രൻ്റെ തടവറയിൽ തൻ്റെ ജീവിതം ഇനി എങ്ങനെയാകുമെന്ന് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. രാഘവൻ്റെ കിതപ്പും ശ്വാസമുട്ടലും ആ മുറിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ടേയിരുന്നു. പുലർച്ചെ തുടങ്ങിയതാണ് ആ വലിവും നെഞ്ചിലെ ഭാരവും. നേരം ഉച്ചയായിട്ടും അതിനൊരു ശമനവുമില്ല. മുഖത്ത് അമർന്നിരിക്കുന്ന ഓക്സിജൻ മാസ്കിലുള്ള അയാൾ വായുവിനായി പൊരുതുന്നത് നോക്കി നിൽക്കാൻ മീനാക്ഷിയമ്മക്ക് ആവുന്നില്ലായിരുന്നു. കണ്ണീർ തടയാൻ അവർ പാടുപെട്ടു. കയ്യിലാണെങ്കിൽ ഒരു നയ പൈസ പോലുമില്ല. ദാരിദ്ര്യത്തിൻ്റെ ആയം മീനാക്ഷിയമ്മയെ ശ്വാസം മുട്ടിച്ചു. ഇതുവരെ ആ കൊച്ചു കുടുംബം തട്ടിമുട്ടി നീങ്ങിരുന്നത് മീരയുടെയും ഹിരണിയുടെയും ശമ്പളം കൊണ്ടായിരുന്നു. എന്നാൽ മീരയുടെ അപ്രതീക്ഷിതമായ വേർപാട് ആ വീടിൻ്റെ താളം പൂർണ്ണമായി തെറ്റിച്ചു. വരുമാനത്തിൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും നിലച്ചതോടെ ജീവിതം വഴിമുട്ടി. മേശപ്പുറത്തിരുന്ന ആ മരുന്നിൻ്റെ കുപ്പിയിലേക്ക് അവർ വെറുതെ ഒന്ന് നോക്കി. അതിൽ ഏതാനും തുള്ളികൾ മാത്രം. കൃഷ്ണ, ഇനി എന്ത് ചെയ്യും ഞാൻ? അവർ ആത്മകഥമെന്നോണം മന്ത്രിച്ചു. ആ വാക്കുകൾ നിസ്സഹായതയും സങ്കടവും അണപൊട്ടി ഒഴുകി. മരുന്നില്ലാതെ, പണമില്ലാതെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ബാക്കി വെച്ച് ആ കുടുംബം ആ വലിയ ശൂന്യതയിലേക്ക് വീണു പോയതുപോലെ തോന്നി. ഇനി എങ്ങനെ രാഘവനെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കും എന്നറിയാതെ മീനാക്ഷിയമ്മ ആകെ ആശയക്കുഴപ്പത്തിലാക്കി. ആ കൊച്ചു വീടിൻ്റെ ചുവരുകൾക്കുള്ളിൽ ദാരിദ്ര്യവും രോഗവും ഒരുപോലെ വിരുന്നെത്തിയിരുന്നു. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി മറ്റൊരു കോളിലാണ്. യന്ത്രക്കണക്കെ മറുപടി പറയുന്ന ആ ശബ്ദം കേട്ട് മീരയുടെ നെഞ്ചിടിപ്പ് വേഗം കൂടി. അവൾ ആ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. അമ്മ എന്താ ഇതുവരെ ഫോൺ എടുക്കാത്തത്? ഇനി അച്ഛന് അസുഖം വല്ലതും കൂടിയോ? ഭയം ഒരു പാമ്പായി അവരെ ചുറ്റിവരിഞ്ഞു. അവൾ വീണ്ടും ഡയൽ ചെയ്തു. അല്പസമയത്തിന് ശേഷം മറുപുറത്ത് ഫോൺ എടുത്തു. ഹലോ, ആരാണ്? ക്ഷീണം കലർന്ന മീനാക്ഷിയമ്മയുടെ ശബ്ദം. അമ്മേ, ഇത് ഞാനാ. മീര മോളെ, നിനക്ക് സുഖമാണോ? അവൻ നിന്നെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ലല്ലോ? അമ്മയുടെ സ്വരത്തിൽ ആദ്യം നിറഞ്ഞു. ഇല്ല അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അച്ഛനെ എങ്ങനെയുണ്ട്? അസുഖം കൂടിയോ? മീരയുടെ ചോദ്യം കേട്ടതും മറുപുറത്ത് ഒരു തേങ്ങൽ പൊട്ടിമുളച്ചു. അച്ഛന് തീരെ വയ്യ മോളെ. കയ്യിലാണെങ്കിൽ ആകെ ഒരു 100 രൂപയേ ഉള്ളൂ. ആരോടാണ് ചോദിക്കാണെന്ന് പോലും എനിക്കറിയില്ല. മീനാക്ഷിയമ്മ വിതുമ്പി. മീരയുടെ ഉള്ളുലഞ്ഞു. അവൾ വേഗം പറഞ്ഞു. അമ്മ, ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വരാമോ? ഞാൻ എവിടത്തെ അമ്മയോട് ചോദിച്ചു നോക്കട്ടെ. അതിന് അവൾ തരുമോ മോളെ? രുദ്രനെ ഇതറിഞ്ഞാൽ ഉള്ളതും കൂടി ഇല്ലാതാവില്ലേ? അവർ പേടിയോടെ ചോദിച്ചു. അമ്മ പേടിക്കണ്ട, ഇവിടുത്തെ അമ്മ പാവമാണ്. അവരുടെ ഫോണിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ വിളിക്കുന്നത് തന്നെ. രുദ്രൻ ഇപ്പോൾ ഇവിടെയില്ല. അമ്മ വേഗം വാ. എങ്കിലും രുദ്രൻ അറിഞ്ഞാൽ മീനാക്ഷിയമ്മക്ക് ഭയം മാറിയില്ല. അമ്മ മുൻവശത്തു കൂടി വരണ്ട, ആരും കാണാതെ പിന്നാമ്പുറത്തു കൂടി വന്നാൽ മതി. ഞാൻ അവിടെ അമ്മയെ കാത്തു നിൽക്കാം. ശരി മോളെ, ഞാൻ ഇറങ്ങാം. ഫോൺ വച്ചതിന് ശേഷം മീര വളരെ മടിച്ചാണ് ജാനകിയമ്മയെ നോക്കിയത്. കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു അവളുടെ. അമ്മേ, എനിക്കൊരു 5000 രൂപ തരുമോ പറ്റുമോ? അച്ഛന് തീരെ സുഖമില്ലാഞ്ഞിട്ടാണ്. മീരയുടെ ആ നിസ്സഹായതയും വിയർത്ത മുഖവും കണ്ടപ്പോൾ ജാനകിയമ്മയുടെ ഉള്ളലഞ്ഞു. അവർ മെല്ലെ അലമാര തുറന്ന് 500ൻ്റെ 20 നോട്ടുകെട്ടുകൾ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു.
അയ്യോ അമ്മേ, ഇത്രയൊന്നും വേണ്ട. മീര ആ നോട്ടുകെട്ടുകൾ കണ്ട് പതറിപ്പോയിക്കൊണ്ട് പറഞ്ഞു. ഇത് കയ്യിൽ വെച്ചോ മോളെ. ജാനകിയമ്മ അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടി. അവൻ നിന്നെ പഠിപ്പിക്കാനൊന്നും വിടില്ലെന്ന് അമ്മയ്ക്കറിയാം. അപ്പോൾ നിനക്ക് മറ്റെന്തെങ്കിലും ജോലി കണ്ടെത്തേണ്ടി വരും. ജീവിക്കാനൊരു വരുമാന മാർഗം വേണ്ടേ? സ്വന്തം അമ്മയ്ക്കും അച്ഛനെങ്കിലും വേണ്ടി. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് നൃത്തം പഠിപ്പിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു അമ്മേ. എൻ്റെ വീട്ടിലും നാട്ടിലും കുറച്ച് കുട്ടികൾ വീട്ടിലേക്ക് വരുമായിരുന്നു. ചേച്ചിയുടെയും എൻ്റെയും വരുമാനം കൊണ്ടാണ് ആ കൊച്ചു കുടുംബം തന്നെ കഴിഞ്ഞു പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ചേച്ചിയുമില്ല, ഞാനുമില്ല ആ വീട്ടിൽ. അമ്മ അവിടെ ഒറ്റക്കായി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ കാശ് ഞാൻ എങ്ങനെയെങ്കിലും അമ്മക്ക് തിരിച്ചു തരും. ജാനകിയമ്മ അവളുടെ കണ്ണുനീർ തുടച്ചു. അതിനൊന്നും ആവശ്യമില്ല മോളെ. നീയും രുദ്രനും സമാധാനത്തോടെ ജീവിച്ചു കണ്ടാൽ മതി. ഈ അമ്മക്ക് അതുമാത്രം മതി. ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പി. നന്ദിയും ആശ്വാസവും സങ്കടവും കലർന്ന വികാരം അവളെ മൂടി നിന്നു. പുറത്ത് മഴ ചാറാൻ തുടങ്ങിയിരുന്നു. പിന്നാമ്പുറത്തെ വാതിലൂടെ അമ്മയുടെ വരവിനായി അവൾ കാതോർത്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രനീലം എന്ന ആ തറവാടിൻ്റെ കൂറ്റൻ പടിക്കൽ ഒരു പഴയ ഓട്ടോറിക്ഷ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയ മീനാക്ഷിയമ്മ തൻ്റെ സാരിത്തുമ്പ് കൊണ്ട് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. ആ വലിയ മതിൽ കെട്ടുകളിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ഭയത്തിൻ്റെ ഒരു കൊള്ളിയാൻ മിന്നി. ഏതു നിമിഷവും രുദ്രൻ മടങ്ങി വന്നേക്കാം. ആ പേര് ഓർക്കുമ്പോൾ തന്നെ അവരുടെ കാലുകൾ വിറച്ചുപോയി. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കി. മതിലിനോട് ചേർന്നുള്ള ആ ഇടവഴിയിലൂടെ അവർ പതുക്കെ നടന്നു. പെട്ടെന്നാണ് പിന്നാമ്പുറത്ത് വാതിൽ തുറന്ന് ഒരു കൈ വന്ന് അവരെ അകത്തേക്ക് വലിച്ചത്. ദാമേ, ഇത് കയ്യിൽ വെച്ചോ. അച്ഛനെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകണം. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് അമ്മ വേഗം പൊയ്ക്കോ. മീര അവിടുത്തെ ഓരോ ശ്വാസത്തെയും ഭയപ്പെടുത്തുന്ന പോലെ ചുറ്റും നോക്കി. തൻ്റെ കൈവെള്ളയിലുള്ള മീര ചുരുട്ടി കൊടുത്ത നോട്ടുകെട്ടിലേക്ക് നോക്കിയപ്പോൾ മീനാക്ഷിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിനക്ക് സുഖമാണോ മോളെ ഇവിടെ? അവർ അവളുടെ കൈത്തണ്ടിൽ ഉണങ്ങിയ പാടുകളിലേക്ക് നോക്കി സങ്കടത്തോടെ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ. അമ്മ പേടിക്കാതെ വേഗം പൊയ്ക്കോ. വാക്കുകൾ പൂർത്തിയാക്കും മുൻപ് ഇടിമിന്നൽ പോലെ ഒരു ശബ്ദം മുഴങ്ങി. എന്താടി നിന്റെ കയ്യിൽ? അപ്രതീക്ഷിതമായ ആ ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടിത്തിരിച്ചു. വാക്കുകൾ പൂർത്തിയാക്കും മുമ്പ് ഇടിമിന്നൽ പോലെ ഒരു ശബ്ദം അവിടെ മുഴങ്ങി. എന്താടി നിന്റെ കയ്യിൽ? അപ്രതീക്ഷിതമായ ആ ശബ്ദം കേട്ട് രണ്ടുപേർ ഞെട്ടിത്തിരിച്ചു. രുദ്രൻ്റെ ഏട്ടത്തമ്മയായിരുന്നു അത്. ഒരു വേട്ടപ്പട്ടിയെ പോലെ അവർ മീനാക്ഷിയമ്മയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. നിന്റെ കയ്യിൽ ആരടി കാശ് തന്നത്? മീനാക്ഷിയമ്മയുടെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് പ്രഭ ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചു. പറയടി, എൻ്റെ വീട്ടിൽ നിന്ന് നീ മോഷ്ടിച്ചതാണോ ഇത്? അയ്യോ വേണ്ട, എൻ്റെ അമ്മയെ ഉപദ്രവിക്കരുത്. ഞാനത് തിരിച്ചു തന്നോളാം. മീനാക്ഷി നിലവിളിച്ചുകൊണ്ട് പ്രഭയുടെ കാൽക്കീൽ വീണു. നിന്നെപ്പോലെയുള്ള തെണ്ടികൾക്ക് വരാനുള്ള ഇടമല്ല ഈ ഇന്ദ്രനീലം. പ്രഭ പരിഹാസത്തോടെ അവരെ തള്ളിമാറ്റി. എൻ്റെ അമ്മയെ ഒന്നും ചെയ്യരുത്. മീര അവരുടെ കാൽക്കീൽ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ ക്യാഷ് എങ്ങെടുക്ക്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഉമ്മറത്ത് നിന്ന് ജാനകിയമ്മയുടെ ഗാംഭീര്യമുള്ള ശബ്ദം ഉയർന്നു വന്നു. അവർ പടികളിറങ്ങി മുറ്റത്തേക്ക് വന്നു. ഇത് കണ്ടോ ജാനകിയമ്മേ, ഇവരുടെ കയ്യിലെ നോട്ടുകെട്ടുകൾ? ചോദിച്ചപ്പോൾ പറയുക, നിങ്ങൾ കൊടുത്തതാണ്. പച്ചക്കള്ളമാണ് പറയുന്നതെല്ലാം. തെണ്ടിക്കൂട്ടങ്ങൾ. പ്രഭ പുച്ഛത്തോടെ പറഞ്ഞു. അത് നീ എന്തിനാ പ്രഭ അവളുടെ കയ്യിൽ തിരിക്കുന്നത്? കൈവിട്. ജാനകിയമ്മ ആജ്ഞാപിച്ചു. ആ സ്വരത്തിൽ അധികാരം കേട്ട് പ്രഭ വിറച്ചുകൊണ്ട് കൈവിട്ടു. ഞാൻ തന്നെയാണ് ആ പണം അവൾക്ക് കൊടുത്തത്. അത് അവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തേക്ക് വേഗം.